അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ അതിലയുടെ കല്യാണമായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തി. ഇപ്പോൾ പോയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടിട്ട് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു കല്യാണമാണിത്. അങ്ങനെ അവിടെ എത്തി ഒരു സീറ്റൊക്കെ പിടിച്ച് കയറിയിരുന്നു. അപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല എന്ന് മുകളിൽ വന്നപ്പോൾ ചെറുക്കനെ പെണ്ണും കാണാൻ പറ്റില്ല. പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഷിഫ്റ്റായി എല്ലാം സെറ്റായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പെണ്ണ് വന്നു. അപ്പോൾ നമുക്ക് കല്യാണം വീഡിയോ കണ്ടിട്ട് വരാം.
ചുമ്മാ അല്ല കേട്ടോ. കാരണം അവളുടെ ബന്ധുക്കളും എവനും സെയിം ഡ്രസ്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടോ, സെയിം കളർ സെയിം പാറ്റേൺ എല്ലാം. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ ക്യൂ ഒക്കെ നിന്നിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും കഴിച്ച് തീരാറായി. പിന്നെ നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് തരാമെന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ചൊരു ഹായ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഇരുന്നു അങ്ങനെ ഓരോ കറികളായിട്ട് വന്നു തുടങ്ങി. ഇത് വേറൊരു സ്റ്റൈൽ, ഒരു ഇവിടെ എൻ്റെ ഈ ഏരിയയിൽ കിട്ടുന്ന ഒരു ഫുഡിൻ്റെ ആ ഒരു ഇതല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊള്ളാം കേട്ടോ. ഇത് എന്താ സാധനം ഞാൻ പോയി നോക്കുവാണ്, കാരണം ഇത് മോരാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ അത് കുറച്ച് കുടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചോറ് വന്നു, ഞാൻ അത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ കൂടെ പരിപ്പ് ഒഴിച്ചു, അതുകൊണ്ട് എനിക്ക് പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കഴിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ബ്രൈഡ് ഓടിപ്പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാരണം 12:45 അടുപ്പിച്ച് കല്യാണം, അത് കഴിഞ്ഞ് 2:30 ഇറങ്ങണം. അപ്പോൾ പെട്ടെന്നൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അതിൻ്റെയൊക്കെ എന്തോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീണ്ടും നിന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ തിരിച്ചു പോയി. ഓരോരുത്തരും ഓരോരോ വാക്കിന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ കുറച്ച് പേര് പോയി, ബാക്കിയുള്ളവർ അവിടെ ഇരിക്കുകയാണ്. എന്തായാലും അവൾ കരയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പേര് അവിടെ നിന്നത്. കാരണം ഭയങ്കരമായിട്ട് ബെറ്റൊക്കെ ചെയ്ത് വന്നതാണ്, കരയില്ല എന്ന് നോക്കാം. അങ്ങനെ പിന്നെ അവർ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഭയങ്കര പോസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അതിന് ശേഷം വീണ്ടും ഡ്രസ്സ് മാറാൻ പോയി. അപ്പോഴത്തേക്ക് ചേട്ടൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഇനി അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മെനക്കേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രം ഈ 3-4 സാരിയൊക്കെ മാറണം, ആണുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല എന്തോന്തോ. അങ്ങനെ അടുത്ത സാരി മാറിയിട്ട് വന്നിട്ട് ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ കുറച്ച് നേരം നിന്നു. പിന്നെ വീണ്ടും ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടപ്പോൾ എന്നെ ഒരു ആക്ഷൻ കാണിച്ച് എനിക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ വയ്യ. അതിനുശേഷം നോക്കിയപ്പം ബാക്കിയുള്ളവർ കരഞ്ഞു തുടങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ താമസിച്ച് കേസുകൊണ്ട് നേരെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് അവളെ നോക്കിയപ്പോൾ നോക്കുകയാണ്, അതിലെവിടെ കാണാനില്ല. അങ്ങനെ പിന്നെ കണ്ടുപിടിച്ചു. അപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ബെറ്റിൽ ജയിച്ച് കാണും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അവൾ പറയണേ ഞാൻ കരയില്ല. ഇടയ്ക്ക് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കരഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതിനുശേഷം കരയണമെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ കുറേ നേരം എന്നിട്ട് അവിടെ തന്നെ നിന്ന് കേട്ടോ, എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വീണ്ടും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ഇനി പോവാൻ നേരമല്ലോ, അപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കരയുമായിരിക്കും. പിന്നെ അച്ഛനൊക്കെ അടുത്ത് പോയി, അച്ഛനും അമ്മയൊക്കെ നിന്നു. പിന്നെ വീണ്ടും ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ടോടുന്നു. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ബാക്കിൽ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം നമ്മളെ കല്യാണത്തിൻ്റെ ദിവസം മാത്രമല്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ ഫോട്ടോ എടുക്കാൻ നടക്കും, അല്ലാതെ നമ്മൾ ചോദിച്ചാൽ പോലെ ആരും ഫോട്ടോ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ വീണ്ടും വന്നു. പിന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ കരയുമായിരിക്കും, പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. പിന്നെ അങ്ങോട്ട് നടക്കൂ. എന്താ ഈ ഒരു സെലിബ്രിറ്റിയാണ് കല്യാണത്തിൻ്റെ അന്ന്, എല്ലാവരും സെലിബ്രിറ്റി അല്ലേ, അതേപോലെയാണ്. അങ്ങനെ വീണ്ടും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച് ഓക്കെ കരയില്ല, എന്തായാലും ചേട്ടൻ ജയിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ പതുക്കെ കരഞ്ഞു തുടങ്ങി. അമ്മയെ കണ്ടപ്പോൾ ഫുള്ള് പോയി. അമ്മ നിന്ന് കരയിനടപ്പോൾ മോക്ക് ഫുള്ള് കൺട്രോൾ പോയി. പിന്നെ 2 പേര് കരച്ചില്ല. അവിടെ നിൽക്കുന്നവരാണെങ്കിൽ വഴക്കും, മോളെ കരഞ്ഞുകൊണ്ട് പറഞ്ഞയക്കരുത്, നീ കരഞ്ഞുകൊണ്ട് പോകരുത്, കണ്ടോ ഇപ്പോൾ പോയി. അങ്ങനെ കുട്ടി ബെറ്റിൽ തോറ്റിരിക്കുന്നു. ചേട്ടൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്, കാരണം ജയിച്ചാൽ കുഴിമന്തിയാണ് സമ്മാനം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അവൾ കൺട്രോൾ ചെയ്തിട്ട് ഇതൊക്കെ മാക്സിമം ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി കുറേ കഴിയുമ്പോൾ ഉണ്ട്. അപ്പോൾ ആ കൊച്ചിന് മനസമാധാനത്തിൽ കരയാൻ പോലും സമ്മതിക്കാതെ അതും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണോ എന്തോ ഇപ്പോൾ ഇങ്ങനെ ഡീസൻ്റായിട്ടൊക്കെ കരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചിരിയുമുണ്ട് കരച്ചിലുമുണ്ട്. പിന്നെ അത് അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട്, അമ്മയും നിൽക്കുന്നുണ്ട്. അമ്മയും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് കരയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരവസ്ഥ. പിന്നെ അതിനുശേഷം കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് കേട്ടു. ചേട്ടൻ അമ്മയെ സമാധാനപ്പെടുത്താൻ പോയതാണ് കേട്ടോ. പിന്നെ അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, കാരണം ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അവരെ കാറൊക്കെ വന്നു. ഏത് കാറിലാണ് എന്നുള്ള കൺഫ്യൂഷനാണോ എന്തോ. കുറച്ച് നേരം അങ്ങോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഓടി വരാൻ. അങ്ങനെ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവൾക്ക് കരയണോ ചിരിക്കണോ എന്ത് അവസ്ഥയാണെന്ന് അറിഞ്ഞു. പിന്നെ വീണ്ടും അവിടെ പോയി തിരിഞ്ഞ് നിന്ന് നോക്കി കരഞ്ഞുകൊണ്ട് ചേട്ടൻ മാക്സിമം അവളെ ഹാപ്പി ആയിട്ട് ആണ് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി കേട്ടോ. കുറേ കോമഡിയൊക്കെ പറഞ്ഞ് കുറേയൊക്കെ അവളെ കളിയാക്കിയും അങ്ങനെ കുറേയൊക്കെ നിന്ന് കേട്ടോ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി. പക്ഷേ അവൾ പിടികൊടുത്തില്ല. എന്തായാലും കുട്ടി ബെറ്റിൽ തോറ്റിട്ടുണ്ട്. നമ്മളുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് വീമ്പിളക്കിയതാണ്. ഞാൻ കരയില്ല, ഞാൻ അതിന് കരയണം, ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാണ്. പക്ഷേ എല്ലാം അവളെ കയ്യിൽ നിന്ന് പോയി. അപ്പം അങ്ങനെ അമ്മയും എല്ലാവരും വീണ്ടും വരികയാണ്. എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അവൾ എന്തായാലും കരയില്ല എന്ന്. ആദ്യത്തെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കരയില്ലായിരിക്കും. പിന്നെ കൈ വിട്ടു പോയി.
അങ്ങനെ ചേട്ടൻ വീണ്ടും എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് ഗ്ലാസ്സൊക്കെ താക്കുന്നുണ്ടായിരുന്നു, ഒരു ഇത് മാറ്റാൻ വേണ്ടി, കാരണം എങ്കിൽ നമുക്ക് ടാറ്റയൊക്കെ തരാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് കരച്ചിൽ നിൽക്കുന്നില്ല, കുറച്ചും കൂടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചേട്ടൻ കയറി ഇരുന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നു. പിന്നെ അവളടുത്തും പറഞ്ഞു എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുക, നമുക്ക് പോവാം. അങ്ങനെ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ ആക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല കേട്ടോ. അവൾ വീണ്ടും വീട്ടുകാരെയൊക്കെ നോക്കി വീണ്ടും കരഞ്ഞു കൊടുക്കുന്നു. ചേട്ടൻ പറഞ്ഞ് ടാറ്റ കൊടുക്കുക, നമുക്ക് പോവാം, പോണ്ടേ. എന്നിട്ടും അവൾക്ക് ഭയങ്കര സങ്കടം. അതിൻ്റെ ഇടയിലും ബെറ്റ് ജയിച്ച് സന്തോഷത്തിൽ കുഴിമന്തി അവിടെ കിട്ടും എന്നറിയാൻ വേണ്ടിയായിരുന്നു ചേട്ടൻ്റെ ആകാംക്ഷ കേട്ടോ. അങ്ങനെ ടാറ്റയ്ക്ക് തന്നു. ഏകദേശം ഒരു ഇതൊക്കെ ഓക്കെ ആയി തന്നിട്ട് അവർ ഇറങ്ങി. അവർ പുറകെ പിന്നെ നമ്മളും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോഗ്രാഫറൊക്കെ ഓടെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.